ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നാളെ ഖുർആൻ ഹിഫ്ലാണ് എക്സാം വരുന്നത്. അപ്പോൾ അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ചോദ്യപേപ്പറാണ് ഞാൻ ഇവിടെ ഇടുന്നത്. 2023ലെയും 2022ലെയും ഞാനിവിടെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കുക. അവർക്ക് നോക്കി ഓതി കൊടുക്കാൻ ഒരു ചോദ്യപേപ്പറിൽ വന്നത് സൂറത്തുൽ ബലദും മറ്റേതിൽ വന്നത് സൂറത്തുൽ ബുറൂജും. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക എല്ലാവരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, സെക്കൻഡ് പാർട്ടിൽ വന്ന ഏതെങ്കിലും സൂറത്താണ് ഇതുപോലെ നോക്കി ഓദിക്കുക. അത് 1 മുതൽ 6 വരെയുള്ള ആയത്തുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എടുത്ത സെക്കൻഡ് പാർട്ടിലെ എല്ലാ ഭാഗങ്ങളും ആദ്യത്തെ 10 ആയത്ത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അത് ഓതുമ്പം മഹ്റജ് മനസ്സിലാക്കി ശ്രദ്ധിച്ച് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് നന്നായി മനസ്സിലാക്കണം. അതായത് ഓരോ അക്ഷരങ്ങളുടെയും മഹ്റജുകളാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. ഐന്, ഹ, ഖാഫ്, ഹ ഉള്ളമീറിനെ നീട്ടുന്നത്, വാവിൻ്റെ മഹ്റജ് ഉന്നത്ത്, നൂനിനെയും മീമിനെയൊക്കെ ഉന്നത്ത് ചെയ്യുന്നത്, വസ്ല് ചേർത്തി ഓതുന്നത് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിത നിയമങ്ങൾ പരിഗണിച്ച് നന്നായി മനസ്സിലാക്കി ഓതുക. നല്ല ഈണത്തിൽ ഓതി കൊടുക്കാനൊക്കെ പഠിക്കുക. അപ്പോൾ അതൊക്കെ അനുസരിച്ചാണ് മാർക്ക്. നമുക്ക് നോക്കി ഓതുന്നതിന് 50 മാർക്കാണ്, ഹിഫ്ലിന് 50 മാർക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഖുർആനിന് 100 മാർക്ക് ലഭിക്കുക. ചോദ്യപേപ്പറുകളിൽ 2ലും ഒരേ സൂറത്തുകൾ തന്നെയാണ് ഹിഫ്ലിന് വന്നത്. അപ്പോൾ അത് നിങ്ങൾ തജ്വീദുൽ ഖുർആനിൻ്റെ അവസാന ഭാഗത്ത് വന്നിട്ടുണ്ട് ആ സൂറത്തുകൾ. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. മനപ്പാഠമാക്കാനുള്ളത് വന്നത് കുല്യായുൽ കാഫിറൂൻ, സൂറത്തുൽ കൗസർ, സൂറത്തുൽ മാഊൻ, സൂറത്തുൽ ഫീല്. അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് പഠിക്കുക. ഇടയിൽ നിന്നാണ് ചോദിക്കുക ഏത് സൂറത്താണെങ്കിലും. ഇപ്പോൾ അവരെ ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അതിൻ്റെ ബാക്കി ഓതി കൊടുക്കണം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. നമ്മൾ സൂറത്തുൽ ഖുറൈഷിൽ നിന്നാണ് വന്നത്, ലീലാഫി ഖുറൈഷ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഓതി കൊടുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി ഓതുക. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇടയിൽ നിന്ന് നിങ്ങൾ ഉമ്മമാർ ചോദിച്ചിട്ട് ബാക്കി പറയാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് പ്രാക്ടീസ് നൽകുക. അപ്പോൾ അതിൻ്റെ സൂറത്തുൽ ഖുറൈഷ് ഒക്കെ നന്നായി മനസ്സിലാക്കുക. സൂറത്തുൽ ഫീല്, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ, സൂറത്തുൽ ഹുമസ, സൂറത്തുൽ അസ്ർ. നിങ്ങളെ തജ്വീദുൽ ഖുർആനിൻ്റെ അവസാനത്തിൽ വന്ന സൂറത്തുകളുണ്ട്, അതിനാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. പിന്നെ 2ാമത്തെ 2022ലെ ചോദ്യപേപ്പറിൽ വന്ന നോക്കി ഓതാനുള്ളത് സൂറത്തുൽ ബുറൂജാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ സൂറത്തുൽ ബുറൂജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ തദ്രിബാത്തിൽ അവർക്ക് തജ്വീദ് നിയമം മനസ്സിലാക്കി കൊടുക്കുന്നത്? ഷംസിയായ അക്ഷരങ്ങളെ, അലിഫ്ലാം ഉച്ചരിക്കാത്തത്, അഷംസു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അലിഫ്ലാം ഫസ്റ്റ് വരുന്ന അലിഫ്ലാം ഉച്ചരിക്കൂല. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കണം. ചിലവരത് അൽ സമാ എന്നൊക്കെ വൽ സമാ എന്നൊക്കെ പറയും. അപ്പോൾ വസ്സമാ എന്നാണ് അവിടെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. അതൊക്കെ ശ്രദ്ധിക്കും പാരായണത്തിൽ. പിന്നെന്താണ്, ഹുറൂഫുൽ ഖമരിയ ഉണ്ട് അവിടെ, അലിഫ്ലാം ഉച്ചരിക്കുന്നത്, അൽ ബുറൂജ്, വൽ യൗമ്, വൽ മൗഊദ് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഇദ്ഗാം പാരായണത്തിൽ വരാം. ഉന്നത്തോട് കൂടിയിട്ട് ഓതേണ്ടതാണ് ഇദ്ഗാം. അതാണ്. പിന്നെ ഐനിൻ്റെ മഹ്റജ്, പിന്നെ വഖഫ് അലാ ദാല്, കുത്തുബ് ജദ് കൽക്കലയുടെ മുഴക്കത്തോടെ ഉച്ചരിക്കേണ്ടത്, മസ്ഊദ്, മഷ്ഹൂദ് എന്നൊക്കെ നമ്മൾ കൽക്കലയെ കുറിച്ചിട്ടും തജ്വീദിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ശ്രദ്ധിക്കാനൊക്കെയാണ് പറയുന്നത്. ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറച്ചു മണിക്കലാണ്. ഷെയ്ഇൻ, ഷഹീദ് എന്നൊക്കെ ഉച്ചാരണത്തിൽ ഇഖ്ഫാ മറച്ചു മണിക്കലൊക്കെ ഖുറാനോത്തിൽ വരണം. അതാണ് അവിടെ. പിന്നെ ഉന്നത്തു നൂന്, കൽക്കല, ജീമ്, ദാത്തുൽ ബുറൂജ്, ജ് മുഴക്കത്തോടെ ഉച്ചരിക്കുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഓതി കൊടുക്കാൻ. പിന്നെ നിങ്ങൾക്ക് ഈ ചോദ്യപേപ്പറിലില്ല, നിങ്ങൾക്ക് തജ്വീദുൽ ഖുർആനിൻ്റെ അവസാനത്തിൽ വന്ന നിസ്കാരത്തിൻ്റെ ദുആകളും ദിക്റുകളും അത് നമുക്ക് മനസ്സിലാക്കി നന്നായി പഠിക്കണം. നിങ്ങൾക്ക് വരുന്ന പുതിയ ചോദ്യപേപ്പറിൽ 2024 ചോദ്യപേപ്പറിൽ വന്നേക്കാം. അത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്.
അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ 2 ചോദ്യപേപ്പറും വെച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.